തിരുവചനം മുറുകെ പിടിച്ച് കത്തോലിക്ക സഭയുടെയും ലോകത്തിന്റെയും സ്പന്ദനങ്ങൾ മലയാളി മനസ്സുകളിലേക്ക് എത്തിക്കുന്ന ഗുഡ്നസ് ന്യൂസ് വിജയകരമായി മറ്റൊരു വർഷം കൂടി പിന്നിടുകയാണ്. 2025 ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരിന്റെയും പ്രത്യാശയുടെയും വലിയ മാറ്റങ്ങളുടെയും കാലമായിരുന്നു. വിശുദ്ധ വാതിലുകൾ തുറക്കപ്പെട്ട ജൂബിലി വർഷത്തിന്റെ ആരംഭം മുതൽ പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം സൃഷ്ടിച്ച ശൂന്യതയും സഭയെ നയിക്കുവാൻ ലിയോ 14 പാപ്പ നിയോഗിക്കപ്പെട്ട ചരിത്ര നിമിഷത്തിനും വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തിനും നാം ഈ വർഷം സാക്ഷി വഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗവും പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും ഏറ്റവും കൃത്യതയോടെ റിപ്പോർട്ട് ചെയ്യുവാൻ ഗുഡ്നസ് ന്യൂസിനൊപ്പം വത്തിക്കാനിൽ നിന്നും ബഹുമാനപ്പെട്ട വൈദികർ ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി VC, ഫാദർ ജോജി പോൾ SMM തത്സമയം ചേർന്നിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയിലായിരിക്കുന്ന ജമിലി ഹോസ്പിറ്റലിൽ നിന്നും അല്പം ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്. അതായത് ഇന്ന് ഞായറാഴ്ച 21-ാം തീയതി വൈകുന്നേരം വത്തിക്കാൻ ന്യൂസിൽ നിന്ന് പുറപ്പെട്ട വാർത്ത അനുസരിച്ച് നമുക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. പരിശുദ്ധ പിതാവിന്റെ നില ഗുരുതരമായി തുടരുന്നു എങ്കിലും ഇന്നലെ വൈകുന്നേരം മുതൽ പരിശുദ്ധ പിതാവിന് കൂടുതൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം മെഡിക്കൽ ടീം പറയുന്നത് ഓക്സിജന്റെ സഹായം ഇപ്പോഴും പരിശുദ്ധ പിതാവിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റാർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശുപത്രിയുടെ മുറിയുടെ ദൃശ്യങ്ങൾ പുറം ലോകത്തെ കാണിക്കാൻ സാധിക്കാതിരുന്നപ്പോഴാണ് ഫാദർ ജോബി പോൾ അവിടെയെത്തി ഗുഡ്നസ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക്. മാർച്ച് 7-ാം തീയതി പ്രാർത്ഥിക്കുവാനായി സാധാരണയായി മരിയൻ സാങ്ച്വറിയിൽ ഞാൻ പോകാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ജമല്ലി ആശുപത്രിയുടെ സെയിൻറ്റ് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ചാപ്പലിൽ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. മാതാവേ, പരിശുദ്ധ പിതാവ് കിടക്കുന്ന ആ മുറിയുടെ അരികിൽ പോയി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ എനിക്ക് ഒരു അവസരം തരണം. ഒരിക്കലും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മ അതിനുള്ള അവസരം തന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഡ്മിറ്റഡായി കിടക്കുന്ന മുറിയുടെ മുമ്പിൽ ആ വാതിലിനോട് ചേർന്ന് മുട്ടുകുത്തി ആ നിമിഷം ലോകമെമ്പാടും അർപ്പിക്കുന്ന തിരുബലിയോട് ചേർത്ത് പരിശുദ്ധ പിതാവിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് കരുണക്കൊന്ത ചൊല്ലി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം പരിശുദ്ധ അമ്മ തന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ ലോകം പുതിയ പാപ്പയുടെ വരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ആ യാത്രയിൽ നിങ്ങളോടൊപ്പം ചേരുവാനും ഏറ്റവും ആദ്യം ആ വെളുത്ത പുക പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ലോകത്തെ അറിയിക്കുവാനും ഗുഡ്നസ് ന്യൂസിന് സാധിച്ചു. അതായത് വെള്ളപ്പുക ഏറ്റവും മനോഹരമായ നിമിഷം. ഇതാ ഒരു കുടുംബം, കുടുംബം എത്തിയിരിക്കുമ്പോൾ തന്നെ പ്രാവെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു അടയാളമാണ്. ഇതാ പ്രകൃതി സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക്. എന്നും എപ്പോഴും കേരളത്തിലെ മലയോര കർഷകർക്കൊപ്പം നിലകൊണ്ട ചരിത്രമാണ് ഗുഡ്നസ് ന്യൂസിനുള്ളത്. ആ ചരിത്ര വഴികളിലൂടെ കേരളത്തിലെ പള്ളുരുത്തിയിലെയും ഛത്തീസ്ഗഡിലെയും മുനമ്പത്തെയും പ്രതിസന്ധികളിൽ സഭയുടെ ശബ്ദമാകുവാൻ ഗുഡ്നസ് ന്യൂസ് എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് പിന്നിൽ നടന്നത് രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമാണ്. ഛത്തീസ്ഗഡിൽ വ്യാജാരോപണത്തെ തുടർന്ന് അറസ്റ്റിലായ 2 സിസ്റ്റേഴ്സിൽ ഒരാളായ സിസ്റ്റർ പ്രീതി മേരിയുടെ ഭവനത്തിലാണ്, അങ്കമാലി എളവൂരുള്ള ഭവനത്തിലാണ് നമ്മളിപ്പോൾ. എൻ്റെ കൂടെ ഇപ്പോൾ സിസ്റ്ററിൻ്റെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ സഹോദരങ്ങളും എല്ലാവരുമുണ്ട്. വളരെ ആശങ്കയിലും അതോടൊപ്പം തന്നെ വേദനയിലും പ്രാർത്ഥനയിലുമാണ് ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ ഈ ഒരു കുടുംബം ആയിരിക്കുന്നത്. കാരണം അവർക്ക് അവിടെ സംഘടന സംഘർഷം ഉണ്ടാകുന്ന സംഘടന പറയുന്നതനുസരിച്ച് പോലീസ് കൈകാര്യം ചെയ്തത്. അങ്ങനെ സേവ് ഗാസയുടെ തിരശീല വീഴുകയാണ്. ഇനി
സേവ് തട്ടം എന്ന പേരിൽ അവരുടെ ക്യാമ്പയിൻ്റെ തിരശീല ഉയരുകയാണ്. അതിനായി അവർ ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികളെ മുതൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മാനേജ്മെന്റിന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും വാർത്തകൾ ജനങ്ങളിലെത്തിക്കുവാൻ ഗുഡ്നസ് മുമ്പിൽ തന്നെയായിരുന്നു. പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക വിദേശ സന്ദർശനത്തിൽ പാപ്പയോടൊപ്പം ഗുഡ്നസ് ന്യൂസിന്റെ പ്രതിനിധി ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ തുർക്കിയിൽ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏഷ്യ മൈനറിൽ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഥമ അപ്പസ്തോലിക യാത്ര, മിഷണറി യാത്രയുടെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ താമസിച്ച എഫേസുസിലുള്ള വീടിൻ്റെ മുമ്പിലാണ്. ഇതാണ് പരിശുദ്ധ അമ്മ താമസിച്ചിരുന്ന വീട്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ട് എഫേസുസിൽ വന്ന് അമ്മയോടൊപ്പം താമസിച്ചു, അമ്മയെ പരിചരിച്ചു, അമ്മയെ സൂക്ഷിച്ചു കൊണ്ടു നടന്ന ഒരു സുവിശേഷകനാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. യോഹന്നാൻ സ്ലീഹയാണ് ഈ വീട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പണിതത് എന്നാണ് പാരമ്പര്യം പറയുന്നത്. ഓസ്ട്രേലിയ, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് വാർത്തകൾ എത്തിച്ചു തന്നിരുന്നത് ജോമേഷ് ആയിരുന്നു. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് പോകാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം അതിവേഗം 80,000-ലധികം ജനങ്ങളിലേക്ക് തത്സമയം എത്തിക്കുവാൻ ഗുഡ്നസ് ന്യൂസിന് സാധിച്ചു. ഡിസംബർ 13 രാവിലെ 7:30 മുതൽ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു. വാർത്തകൾക്കപ്പുറം വിശ്വാസത്തെയും നിലപാടുകളെയും ചേർത്ത് പിടിച്ച ഗുഡ്നസ് ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ.